അങ്ങനെ അവൾ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തപ്പോൾ തന്നെ അവരുടെ ഇഷ്ടങ്ങളനുസരിച്ച് വിവാഹം നടത്തി കൊടുത്തു. വിവാഹം കഴിഞ്ഞതിൽ പിന്നെ വിദ്യയും കൊണ്ട് വിടാതെയായി. എനിക്ക് ഈ ലോകത്ത് സ്വന്തം എന്ന് പറയാൻ അവളല്ലേ ഉള്ളൂ. അങ്ങനെ ഒരു ദിവസം നേരിട്ട് പോയി രണ്ടുപേരെയും വിരുന്നെന്ന പേരിൽ പിടിച്ച് പിടിയാലെ കൂട്ടിക്കൊണ്ടു വന്നു. ദിവ്യ എൻ്റെ കൂടപ്പിറപ്പല്ലെന്നും ബന്ധം കൊണ്ട് ഞാൻ അവളുടെ മുറിച്ചെറുക്കനാണെന്നും ഇനിയും ഇങ്ങനെ ആങ്ങളെയും പെങ്ങളെയും കഴിച്ച് അളിഞ്ഞായിട്ട് നടക്കാൻ പറ്റില്ലെന്നും അവൻ മുറിക്കുള്ളിൽ നിന്ന് അലറിയപ്പോൾ തകർന്നു പോയിടും. അന്ന് തീരുമാനിച്ചതാ അവർക്കിടയിൽ ഒരു കരടായി ചെല്ലില്ലെന്ന്. ആദ്യം കണ്ട അതേ പുഞ്ചിരിയോടെ പറഞ്ഞു നിർത്തുമ്പോൾ കൃതിയുടെ കണ്ണുകൾ നേറി. എങ്ങനെ സഹിക്കാൻ കഴിയുന്ന ഈ മനുഷ്യന് അവൾക്ക് ആശ്ചര്യം തോന്നി. അപ്പോൾ വിദ്യ സംശയഭാവത്തിൽ ചോദിച്ചു. അവൾക്ക് എൻ്റെ ജീവനാടോ. ആരെന്ത് പറഞ്ഞാലും ഞാൻ അവൾക്ക് സ്വന്തം കൂടപ്പിറപ്പ് തന്നെയാണ്. പക്ഷേ എനിക്ക് വേണ്ടി ശരണിന് വേണ്ടി എന്നെയോ ഒഴിവാക്കാൻ അവൾക്ക് പറ്റില്ല എന്ന് കരുതി അവളുടെ ജീവിതം എൻ്റെ പേരിൽ നശിക്കരുതല്ലോ. ശരൺ ഫാമിലിക്കൊപ്പം വിദേശത്ത് സെറ്റിലാവാനുള്ള പ്ലാനില്ല. വിദ്യ ഒറ്റയാളാണ് അതിങ്ങനെ നീട്ടിക്കൊണ്ടു പോകുന്നേ. അവളോട് പോകാൻ നിർബന്ധിച്ചപ്പോൾ അവൾ വെച്ച കണ്ടീഷനാണ് വിവാഹം. എൻ്റെ വിവാഹം കഴിഞ്ഞിട്ട് ഈ നാട് വിട്ട് പോകുന്ന വാശിയില്ല അവള്. അതിൽ പിന്നെ എനിക്ക് വേണ്ടി പെണ്ണ് നോക്കാൻ എല്ലാവരേക്കാളും ആവേശത്തിലാണ് ശരണ്. പക്ഷെ അതിനൊക്കെ മുന്നേ തന്നെ എനിക്കുള്ള ആളെ ദൈവം എനിക്ക് തന്നെ കാണിച്ചു തന്നിരുന്നു. അവൻ കുസൃതി ചിരിയോടെ പറഞ്ഞു. ഒരു വല്ലായ്മയോടെയാണ് അവൾ അവനെ കേട്ടു നിന്നത്. ഈ കഥയൊക്കെ പറഞ്ഞ് തന്നെ ബോറടിപ്പിക്കേണ്ട കാര്യമില്ലെന്ന് എനിക്കറിയാം. പക്ഷേ താൻ എന്നെപ്പറ്റി എല്ലാം അറിഞ്ഞിരിക്കണമെന്ന് തോന്നി. എനിക്കെന്തായാലും തന്നെ ഇഷ്ടമാണ്. താൻ എന്നെ അക്സെപ്റ്റ് ചെയ്യുന്നതും റിജക്റ്റ് ചെയ്യുന്നതും എന്നെ പൂർണ്ണമായിട്ട് അറിഞ്ഞ ശേഷം മതി. അതല്ലേ അതിൻ്റെ ഒരു ശരി. അജയ് വീണ്ടും ചിരിച്ചു. ആ ചിരിയിൽ പങ്കുചേരാൻ അവൾക്ക് കഴിയുന്നില്ല. അജയോട് വല്ലാത്ത സാധാപം തോന്നുന്നുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, സ്വന്തമെന്ന് പറയാൻ എനിക്ക് അച്ഛനില്ല, അമ്മയില്ല. ആകെയുള്ള പെങ്ങളെ ശരൺ വിദേശത്തേക്ക് കൊണ്ടുപോയാൽ ആ ബന്ധവും അതവിടെ അവസാനിക്കുമെന്ന് എനിക്ക് ഉറപ്പാണ്. പിന്നെ എനിക്ക് ആകെയുള്ളത് എൻ്റെ വീടും ബാങ്കിലെ ജോലിയും മാത്രമാണ്. അതൊന്നും പ്രശ്നമില്ലെങ്കിൽ ഈ കുടുംബത്തിലേക്ക് വരാൻ ഞാൻ തയ്യാറാണ്. വെറും വാക്കല്ലടോ. ഈ അനാഥൻ എന്ന ലേബലിൽ ജീവിക്കുന്നത് ഭയങ്കര ബോറാടോ. താൻ എന്നെ ഇങ്ങോട്ട് കെട്ടിക്കൊണ്ട് വന്ന അമ്മക്ക് അമ്മ, സഹോദരിയുടെ സ്ഥാനത്ത് മീര, ചേട്ടൻ്റെ സ്ഥാനത്ത് എന്തിനും പോകുന്നൊരു അളിയൻ, എല്ലാത്തിനും ഉപരി ഇഷ്ടപ്പെട്ട പെണ്ണത്തിൻ്റെ ഭാര്യയായി കിട്ടുമല്ലോ. അപ്പോൾ പറഞ്ഞു വന്നത്, അമ്മ തനിച്ചാകുമല്ലോന്നോർത്ത് എന്നെ റിജക്റ്റ് ചെയ്യരുത്. ഞാനെൻ്റെ ആഗ്രഹം പറഞ്ഞതേ ഉള്ളേ. തൻ്റെ ലൈഫ് തൻ്റെ തീരുമാനമാണ്. താൻ ആലോചിക്ക്. അവൻ പറഞ്ഞു തീർന്നപ്പോൾ തന്നെ വിദ്യ അവിടേക്ക് കടന്നു വന്നു. കൃതി മടിയൊന്നും കൂടാതെ വിദ്യയെ നോക്കി പുഞ്ചിരിക്കുകയും ചെയ്തു. കത്തി വെച്ച് ഇപ്പോഴേ വേർപ്പിക്കല്ലേട്ടാ, അവൾ കളിയാക്കി പറഞ്ഞു. ഞാൻ നമ്മുടെ കുടുംബചരിത്രം പറയുമായിരുന്നടി, അതാ ഇത്രയ്ക്ക് നീണ്ടുപോയത്. അവൻ മറുപടി കൊടുത്തതും വിദ്യ കൃതിയുടെ കൈകൾ കവർന്നു. എൻ്റെ ഏട്ടനെ ചേച്ചിയുടെ തലയിൽ അടിച്ചേൽപ്പിച്ച് പോകുവാണെന്ന് തോന്നിയേക്കല്ലേ ചേച്ചി? എൻ്റെ ഒരു സമാധാനത്തിനാ ഏട്ടന് ചേച്ചിയെ ഒത്തിരി ഇഷ്ടമാണ്. അതുകൊണ്ടാണ് പോകും മുന്നേ ഞാൻ ധൃതി കൂട്ടുന്നേ. ചേച്ചി ആലോചിക്ക്. യെസ് പറഞ്ഞതോർത്ത് ചേച്ചിക്ക് ഒരിക്കലും ദുഃഖിക്കേണ്ടി വരില്ല. പാവാ. കൃതി വിദ്യ പറഞ്ഞതൊന്നും ശ്രദ്ധിച്ചില്ല. ആകൃതിയിൽ നിന്നുള്ള ചേച്ചിയിലേക്കുള്ള മാറ്റമാണ് അവളിപ്പോൾ ശ്രദ്ധിച്ചത്. അതോർത്ത് അവളുടെ ചുണ്ടുകൾ വിടരുകയും ചെയ്തു. നിങ്ങൾ തീരുമാനിച്ചിട്ട് വിളിച്ചറിയിച്ചാൽ മതി. ഇറങ്ങാൻ നേരം ബ്രോക്കർ പറഞ്ഞു. അജയും വീട്ടുകാരും യാത്ര പറഞ്ഞിറങ്ങി. കാറിൽ കയറും മുന്നേ കണ്ണുകൾ കൊണ്ട് തന്നോട് യാത്ര പറയുന്നവനെ നോക്കി നാണത്തോടെ ചിരിച്ചുകൊണ്ട് കൃതി ശിരസ്സനക്കി. ആ ചിരിയിൽ നിന്നും അവൻ ഊഹിക്കാമായിരുന്നു അവളുടെ മറുപടി എന്തായിരിക്കുമെന്ന്. അജയെക്കുറിച്ച് കൂടുതൽ അറിഞ്ഞപ്പോൾ അവന് തനിക്ക് നല്ലൊരു പാതിയായിരിക്കുമോ എന്നല്ല അവൾ ചിന്തിച്ചത്. തനിക്ക് അജയുടെ നല്ലൊരു പാതിയാവാൻ കഴിഞ്ഞെങ്കിലെന്നാണ്. ആരുമില്ലാത്തവൻ്റെ എല്ലാമായി തീരാൻ, തൻ്റെ സ്നേഹം നിറഞ്ഞ കുടുംബത്തെ അവന് കൂടി പകത്ത് നൽകാൻ അവളും കൊതിച്ചു. അതൊരിക്കലും സഹതാപം കൊണ്ടല്ല, അവനെപ്പറ്റി എല്ലാം അറിഞ്ഞപ്പോൾ തോന്നിയ ഒരു ആരാധനയാണ്. തന്നോടുള്ള അവൻ്റെ ഇഷ്ടവും ആ ഇഷ്ടം കണ്ണുകളിൽ നിറച്ചുള്ള നോട്ടവും ഒക്കെ അവൾക്കും ഇഷ്ടമാകുന്നുണ്ട്. ഇപ്പോൾ ഒറ്റ ദിവസം കൊണ്ട് ഒരാളെ മനസ്സിലാക്കാൻ കഴിയില്ലെന്ന് അവൾക്ക് അറിയാം. തൻ്റെ കുടുംബത്തെക്കുറിച്ച് പറയുമ്പോൾ പലയിടത്തും അവൻ്റെ സ്വരം വിടറി. പക്ഷേ തൻ്റെ മുന്നിൽ കണ്ണു നിറയാതിരിക്കാൻ അവൻ പ്രത്യേകം ശ്രദ്ധിക്കുന്നുണ്ടായതെന്ന് അവൾക്ക് തോന്നി. സിമ്പതിക്ക് വേണ്ടി പറഞ്ഞൊരു കഥയല്ല. ഈ ബന്ധം മുന്നോട്ട് കൊണ്ടുപോകാനായാലും വേണ്ടെന്ന് വെക്കാനായാലും തന്നെപ്പറ്റി എല്ലാം അറിഞ്ഞതിന് ശേഷം മതിയെന്ന അവൻ്റെ ചിന്തയാണ് അവൾക്ക് കൂടുതൽ ഇഷ്ടമായത്. വിദ്യയും മാനസയും വല്യമ്മയും വല്യച്ഛനും ഒക്കെ വന്ന് അവളോട് പ്രത്യേകം യാത്ര പറഞ്ഞിട്ടാണ് കാറിൽ കയറിയത്. എല്ലാവർക്കും മുന്നേ കൃതി തന്നെയാണ് അവരെ യാത്രയാക്കാൻ മുറ്റത്തേക്ക് ഇറങ്ങി വന്നത്. അത് കണ്ട അർജുനും അമ്മയും പരസ്പരം നോക്കി അടക്കി ചിരിച്ചു. ബ്രോക്കർ അവർക്കൊപ്പം പോകാനിറങ്ങുന്നത് കണ്ട് കയ്യിൽ കരുതിയ പണം നിറഞ്ഞ മനസ്സോട് അരുണിമ നേരെ നീട്ടി. അയാളത് നിരസിച്ചു. എല്ലാം മംഗളായി നടന്ന ശേഷം സന്തോഷത്തോടെ തന്നാൽ മതി എന്ന് പറഞ്ഞ് പുഞ്ചിരിയോടെ അയാൾ നടന്നു പോകുന്നതും വണ്ടിയിൽ കയറുന്നതുമൊക്കെ അവൻ നോക്കിക്കണ്ടു.
കാറ് മുന്നോട്ട് നീങ്ങിയതും വിദ്യ കൃതിക്ക് നേരെ കൈവീശിയതും കൃതി ആവേശത്തോടെ തിരിച്ചും കൈവീശി കാണിച്ചു. അന്നേരം ഡ്രൈവിംഗ് സീറ്റിലിരിക്കുന്നവൻ്റെ നോട്ടവും ചിരിയും തന്നെ തേടിയെത്തിയപ്പോൾ പരവേശപ്പെട്ടു പോയവിടെ. ഷോ, നല്ലൊരു പയ്യനായിരുന്നു. ഇനിയിപ്പോൾ എങ്ങനെയാ വിളിച്ച് നോ പറയാ? അരുണിമ കൃതിയെ ഇടം കണ്ടിട്ട് നോക്കി നിരാശ ഭാവിച്ചു. അത് കേട്ട കൃതി ഞെട്ടി. വെറുതെ ഒന്ന് കെട്ടിയൊരുങ്ങി നിൽക്കും. അവർ വന്ന് കണ്ട് പോയ ശേഷം ഉടനെ വിളിച്ച് താല്പര്യമില്ലെന്ന് പറഞ്ഞേക്കണം എന്നവൾ അർജുനോട് ചട്ടം കിട്ടിയത് അവൾക്ക് ഓർമ്മ വന്നു. അവൾക്ക് അവളോട് തന്നെ ദേഷ്യം തോന്നി. ഏത് നേരത്താണ് അങ്ങനെ പറയാൻ തോന്നിയത്? എനിക്ക് എന്തിൻ്റെ കേടായിരുന്നു? അവൾ സ്വയം ശാസിച്ചു. അങ്ങനെ എടുത്തു ചാടി പറയേണ്ടായിരുന്നേ. രക്ഷക്കായി മഹി എത്തിയതും കൃതിക്ക് മഹി ദൈവതുല്യനായിരുന്നു. ഒരു പ്രതീക്ഷയൊക്കെ വന്നു. പക്ഷെ നേരിട്ട് പറയാൻ ധൈര്യമില്ല. ഇതുവരെ കാണിച്ചു കൂട്ടിയ ഷോയൊക്കെ ഓർക്കുമ്പോൾ ഇനി ഏത് മുഖത്തോട് പോയി പറയും ഈ വിവാഹം വേണമെന്ന്? ഇന്ന് കണ്ടു പോയതല്ലേ ഉള്ളൂ, നാളെ വിളിച്ച് പറയുന്നതല്ലേ നല്ലത്. കൃതിയുടെ മാറിയ മുഖഭാവം കണ്ട് മഹി അഭിപ്രായപ്പെട്ടു. അവർക്കെല്ലാം അറിയാമിപ്പോൾ അവളുടെ മനസ്സ് എന്താണെന്ന്. എങ്കിലും വെറുതെ ആയിട്ട് പൊട്ടം കളിപ്പിക്കുകയാണ് എല്ലാവരും കൂടി. കൃതിക്കത് മനസ്സിലായതുമില്ല. മഹിയുടെ സംസാരം കൂടി ആയപ്പോൾ അവളുടെ മുഖം മ്ലാനമായി. എന്താ പിന്നെ അങ്ങനെ ആവാല്ലടി? അർജുൻ കൃതിയോട് തിരക്കി. കൃതി മീരയെ നോക്കി, ശേഷം അമ്മയെയും. പെട്ടെന്നൊരു നോ പറയണോ ഏട്ടാ? മടിയോട് അവൾ ചോദിച്ചു. നീയല്ലേ പറഞ്ഞത് പറയണമെന്ന്? അർജുൻ ഗൗരവം നടിച്ചു. അതെ, പക്ഷെ അമ്മക്ക് ഈ പ്രപ്പോസൽ അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടതല്ലേ? ആ സ്ഥിതിക്ക് ബാക്കി പറയാൻ മടിച്ച് അവൾ തലചൊറിഞ്ഞു. അതിന് അമ്മയല്ലല്ലോ, നീയല്ലേ ജീവിക്കേണ്ടത്? അർജുൻ ചോദിച്ചു. എൻ്റെ മോൾ എനിക്ക് വേണ്ടി അത്ര വലിയ ത്യാഗമൊന്നും ചെയ്യണ്ട. എൻ്റെ മോൾക്ക് ഇഷ്ടമായില്ലെന്ന് നാളെ തന്നെ വിളിച്ച് പറഞ്ഞേക്കാം. ആ പെങ്ങൾ വെച്ച് പോകും മുന്നേ അവർക്ക് വിവാഹം നടത്താനുള്ളതാ. അതുകൊണ്ട് എത്രയും വേഗം നമ്മുടെ തീരുമാനം അവർ അറിയിക്കുന്നതാണ് നല്ലത്. അരുണിമ പറയുമ്പോൾ കൃതിയുടെ മുഖമിരുണ്ടു. അജയുമായുള്ള വിവാഹത്തിന് സമ്മതമാണെന്ന് എങ്ങനെ പറയുന്നോർത്ത് അവൾ എല്ലാവരെയും മാറി മാറി നോക്കി. ഒന്നുകൂടെ ആലോചിച്ചിട്ട് അവൾ സഹിക്കട്ട് ഒരിക്കൽ കൂടി ചോദിച്ചു. ഏയ്, അതിൻ്റെ ആവശ്യമൊന്നുമില്ല. അർജുൻ്റെ മറുപടി എത്തി. അതോടെ അവൾ ചവിട്ടി കുലുക്കി മുറിയിലേക്ക് കയറിപ്പോയി. അവളങ്ങ് പോയതും അവിടെ ഒരു കൂട്ടച്ചിരി ഉയർന്നിരുന്നു. അപ്പം നമുക്ക് സമ്മതമാണെന്ന് അവരെ അറിയിക്കുമല്ലേ? മാഹി ചോദിച്ചു. പിന്നല്ലാതെ, അവൾക്കൊരു സർപ്രൈസ് ആയിക്കോട്ടെ. ഇന്ന് തന്നെ അവരോട് വിളിച്ച് പറഞ്ഞേക്കാം. അർജുന് ലീവ് കുറവല്ലേ, വൈകിക്കണ്ട. എത്രയും വേഗം വിവാഹം നടത്തി കളയാം. അതിനു മുന്നേ ബന്ധുക്കളെയൊക്കെ ഒന്ന് അറിയിക്കണം. അരുണിമ തീരുമാനം പറഞ്ഞു. അർജുന് 1 മാസം ലീവല്ലേ ഉള്ളൂ? മാഹിയത് ചോദിക്കുമ്പോൾ അർജുനൊപ്പം മീരയുടെ മുഖവും പാടി. കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോഴൊന്നും ഇത്ര വിഷമില്ലായിരുന്നു രണ്ടാൾക്കും. ഇപ്പം ലീവ് കഴിഞ്ഞ് പോകുന്നത് ഓർക്കുമ്പോൾ തന്നെ ഒരു വിങ്ങലാണ്. മീരയെ ഒപ്പം കൂടാൻ അവൻ ഒത്തിരി ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ സാഹചര്യങ്ങൾ. മാഹിയുടെ ചോദ്യത്തിനൊന്ന് മൂളുക മാത്രമേ അവൻ ചെയ്തുള്ളൂ. അവൻ്റെ സങ്കടം അരുണിമയും അറിയുന്നുണ്ടായിരുന്നു. പക്ഷെ നാടും വീടും വിട്ട് മകനൊപ്പം പോയി നിൽക്കാൻ അവർക്ക് താല്പര്യമില്ല. മകനൊപ്പം പോകാൻ പ്ലാനില്ലെങ്കിലും ചിലതൊക്കെ അരുണിമ തീരുമാനിച്ചുറപ്പിച്ചിരുന്നു. എന്നാ ഞാനിറങ്ങാം. മീരേ, നാളെ മുതൽ ഓഫീസിൽ പൊക്കോണം, കേട്ടല്ലോ? യാത്ര പറഞ്ഞിറങ്ങുന്നതിനിടയിൽ മഹി പറയുമ്പോൾ മുഖവും വീർപ്പിച്ച് അവൾ കനത്തിലൊന്ന് മൂടി. അതോടെ കുഞ്ഞൊരു ചിരിയോടെ മഹി അവിടെ നിന്ന് ഇറങ്ങി. മഹി പോകുന്ന നോക്കി ചിരിച്ചുകൊണ്ട് തിരിഞ്ഞ അർജുൻ കല്ലിച്ച മുഖഭാവത്തോടെ തന്നെ നോക്കുന്ന ഭാര്യയെ കണ്ട് ഞെട്ടി. റൂമിലോട്ട് വാ, അവൾ ഒട്ടും മയമില്ലാത്ത സ്വരത്തിൽ പറയുമ്പോൾ അർജുൻ അവളെ നോക്കി ഒന്ന് ചിരിക്കാൻ ശ്രമിച്ചു. പക്ഷേ അത് പരാജയപ്പെട്ടു. വരാൻ അവൾ ദേഷ്യത്തിൽ വിളിക്കുമ്പോൾ കൃത്യസമയത്ത് ദൈവദൂതനെ പോലെ മനോജ് ബൈക്കുമായി മുറ്റത്ത് വന്നെന്ന് ഹോണടിച്ചു. അവനെ കണ്ട് രക്ഷപ്പെടുന്ന ഭാവത്തിൽ ഇപ്പോൾ വരാവേന്ന് അവളോട് പറഞ്ഞ് മുണ്ടും മടക്കി കുത്തി ഓടിയ അർജുൻ ആ ബൈക്കിൽ കയറി അവിടുന്ന് കടന്ന് കളഞ്ഞത് കണ്ട് മീര പല്ല് കടിച്ചു. താൻ ഇങ്ങോട്ട് തന്നെയല്ലേ വരുന്നേ, ശരിയാക്കി തരാം ഞാൻ. മനോജനെ കണ്ടപ്പോൾ ഓടി രക്ഷപ്പെട്ട അർജുനെ ഓർത്ത് അവൾ പെറുപെറുത്തു. വിശ്വേട്ടാ, എനിക്ക് നല്ല സംശയമുണ്ട്. ഇവള് ഗർഭിണിയാണെന്നൊക്കെ പറഞ്ഞ് നമ്മളെ പറ്റിച്ചതാ. ഗർഭിണിയാണെങ്കിൽ അതിന് എന്തെങ്കിലും ഒരു ലക്ഷണം അവളി കാണണ്ടേ? 2 മക്കളെ പറ്റി എനിക്കൊരു പെണ്ണിനെ കണ്ട ഗർഭിണിയാണോ അല്ലേ എന്നൊക്കെ മനസ്സിലാവും. വിശ്വേട്ടൻ ഇവിടെ താളത്തിൽ തുള്ളാൻ നിന്നിട്ടാ ആ പ്രൊഫസറുടെ വീട്ടിൽ നിന്ന് ഇന്നലെ കൂടി വിളിച്ചതേ ഉള്ളൂ. ഇവൾ ആ പയ്യനോട് പറഞ്ഞ വേണ്ടാതിനൊന്നും ആ വീട്ടുകാരറിഞ്ഞിട്ടില്ല. പെണ്ണ് കാണാൻ എന്ന് പറഞ്ഞത് ചോദിക്കുമോ അവര്? കേട്ടെടുത്തോളം നല്ല ബന്ധാ വിശ്വേട്ടാ. ഈ വിവാഹം നടന്ന ഇവളെങ്കിലും രക്ഷപ്പെടില്ലേ? നമ്മുടെ ഈ അവസ്ഥയിൽ ഇത്രയും നല്ലൊരു ആലോചന ഇനി കിട്ടിയെന്ന് വരില്ല. ചായ കുടിക്കാനിരിക്കുമ്പോഴാണ് മധു വീണ്ടും വിവാഹക്കാര്യം എടുത്തിട്ടത്. അതോടെ ദിയ എഴുന്നേർന്നും പിടിഞ്ഞെഴുന്നേറ്റു. ദേ അച്ഛാ, അച്ഛനോട് ഞാൻ പറഞ്ഞതാ എനിക്കിവിടെ താമസിക്കണമെന്ന് ഒരു നിർബന്ധമില്ലെന്ന് അറിയാലോ. ഞാൻ ഇറങ്ങിപ്പോയ നാണക്കേട് നിങ്ങൾക്ക് തന്നെയാ. അവളുടെ ശബ്ദം ഉയർന്നു. കണ്ടോ കണ്ടോ, വിവാഹക്കാര് പറയുമ്പോൾ ഭീഷണിപ്പെടുന്നത് കണ്ടോ?
എന്റെ വിഷയട്ടാ, ഇത് ഇവളുടെ അടവാ. ഇവൾക്ക് ഒരു ഗർഭമല്ല, ഒരു കുന്തമല്ല. മധു ഉത്സാഹത്തോടെ പറഞ്ഞു. ദിയ അത് കേട്ട് കാറ്റ് പോലെ സ്വന്തം മുറിയിലേക്ക് പാഞ്ഞു. തിരികെ വന്നൊരു മെഡിക്കൽ റിപ്പോർട്ടുമായാണ്. അവളുടെ പ്രഗ്നൻസി കൺഫേം ചെയ്യുന്ന മെഡിക്കൽ റിപ്പോർട്ട്. അതവൾ അവർക്ക് മുന്നിലേക്ക് എറിഞ്ഞു കൊടുത്തു. അവൾക്ക് യാതൊരു കൂസലുണ്ടായിരുന്നില്ല. കണ്ണ് തുറന്ന് നോക്ക്, എനിക്ക് ഗർഭമുണ്ടോന്ന് ടെസ്റ്റിനകത്ത് ഡോക്ടർ കൺഫേം ചെയ്ത റിപ്പോർട്ടാണിത്. വിശ്വാസം ഇല്ലെങ്കിൽ പോയി ഒരു പ്രഗ്നൻസി കിറ്റ് വാങ്ങി വാ, ഞാനിപ്പോൾ തെളിയിച്ചു തരാം. ദിയ എന്തിനും തയ്യാറായി നിൽക്കുകയാണ്. അതൊക്കെ കേട്ടു നിന്ന് മധു ഞെട്ടിയെങ്കിലും വിഷുവിന്റെ തല കുനിഞ്ഞു പോവുകയാണ് ചെയ്തത്. ഒരച്ഛനും കേൾക്കാൻ ആഗ്രഹിക്കാത്ത കാര്യങ്ങളാണ്. മക്കളെ വേണ്ട പോലെ ശ്രദ്ധിക്കാൻ തനിക്ക് കഴിഞ്ഞില്ലെന്ന് അയാൾ ഓർത്തു. ഒരു ഭർത്താവ് എന്ന നിലയിലും ഒരു അച്ഛനെന്ന നിലയിലും താനൊരു തികഞ്ഞ പരാജയമാണെന്ന് അയാൾ തിരിച്ചറിയുകയായിരുന്നു. പിന്നെ ഗർഭത്തിന്റെ ലക്ഷണം ഇല്ലാത്ത എന്താണെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. അവളുടെ കൂസലില്ലായ്മയും വിഷുവിന്റെ തലതായത്തിൽ ഇരിപ്പും കണ്ടപ്പോൾ മധു ദിയയുടെ കാരണത്തടിച്ചു. ഈ ഇരിക്കുന്ന നിന്റെ അച്ഛനാടി, ഞാൻ നിന്റെ അമ്മയും. ഞങ്ങളുടെ മുഖത്ത് നോക്കി എന്നും വിളിച്ചു പറയാന്നായോ? നിന്റെ എന്ത് തോന്നിയാസം കൈയും കെട്ടി നോക്കി നിൽക്കണോടി ഞങ്ങള്? മധു ചീറുകയായിരുന്നു. അടി കൊണ്ടിട്ട് ദിയക്കൊരു കുലുക്കുമല്ല. ഇതുപോലൊരു അച്ഛനും അമ്മയും അമ്മക്കും ഉണ്ടായിരുന്നല്ലോ. ഇന്ന് ഞാൻ ചെയ്തതൊക്കെ തന്നെയല്ലേ അമ്മ അവരോടും ചെയ്തത്? അച്ഛനമ്മമാരെ കണ്ടല്ലേ മക്കളും പഠിക്കുക. വിട്ടുകൊടുക്കാതെ അവളും പറഞ്ഞു. ഇങ്ങനെയൊന്നും ചെയ്യണമെന്ന് ഞാനും വിചാരിച്ചതല്ല. പക്ഷേ അച്ഛൻ അറിയാതെ അമ്മ രഹസ്യമായി എനിക്ക് വേണ്ടി ആലോചന നോക്കുന്നതൊക്കെ എന്നേ ഞാൻ അറിഞ്ഞതാ. എന്നെങ്കിലും ഒരു ദിവസം ഇതുപോലെ ഏതെങ്കിലും ഒരു പ്രപ്പോസലും കൊണ്ട് അമ്മ വരുമെന്ന് എനിക്ക് അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെയാ അശ്വിൻ ഗൾഫിലേക്ക് പോകും മുന്നേ ഫോഴ്സ് ചെയ്ത് ഞാൻ. മുന്നിലിരിക്കുന്നത് അച്ഛനാണെന്ന ബോധം വന്നതും അവൾ പാതിയിൽ നിർത്തി. വിശ്വന്റെ കണ്ണിൽ നിന്നൊരു തുള്ളി കണ്ണുനീര് അടർന്നു വീണു. മുറിയിൽ നിന്ന് വിശ്വന്റെ അമ്മ ഇറങ്ങി വന്നു. മോളെ, നീ എന്തൊക്കെയായി പറയുന്നേ? നീ ആരോടോ ഇങ്ങനെയൊക്കെ പറയുന്നെന്ന് വല്ല ബോധമുണ്ടോ? നിനക്ക് എന്താ പറ്റിയേ മോളെ? ഇങ്ങനൊന്നും അല്ലായിരുന്നല്ലോ നീ. തീർത്തും ആവശ്യമായ ആ സ്ത്രീ കണ്ണുനീരോടെ ചോദിച്ചു. അകത്തെ മുറിയിൽ കുറെ കാലമായി എല്ലാം കേട്ടൊരു വൃദ്ധനും വൃദ്ധയുമുള്ള കാര്യം അവരൊക്കെ മറന്ന മട്ടാണ്. കൃത്യമായ ആഹാരം കൊടുക്കും. മകനെന്ന തിരക്കുകളാണ്. മരുമകൾക്ക് തങ്ങളൊപ്പം സമയം ചെലവഴിക്കാൻ താല്പര്യമില്ല. കൊച്ചുമകളാണെങ്കിലോ മറ്റേതോ ലോകത്തും. ഇന്നും ജയിലിലായ മകളെ ഓർത്തും മകനെയും കൊച്ചുമകളെയും ഓർത്തും ഉരുകി തീരുകയാണ് ആ ജന്മങ്ങൾ. അച്ഛമ്മേ, അന്ന് അമ്മയുടെ വയലിലൊരു കുഞ്ഞു ജനിച്ചു പോയത് കൊണ്ടല്ലേ അവിടെ വിവാഹം നടന്നത്? വയലിലൊരു കുഞ്ഞുണ്ടായ ആർക്കും ആരെയും കല്യാണം കഴിക്കാലോ. എൻ്റെ ഇഷ്ടം നടക്കണമെങ്കിൽ എൻ്റെ അമ്മയുടെ പാത പിന്തുടരുമെന്ന് എനിക്ക് തോന്നി. അതിലെന്താ അച്ഛമ്മേ തെറ്റ്? ദിയ നിസ്സാരമായി പറയുന്നത് കേട്ട് അവർ മകനെയും മരുമകളെയും നോക്കിപ്പോയി. മകൾ അച്ഛനമ്മമാരുടെ പാത പിന്തുടർന്നിരിക്കുന്നു. തൻ്റെ മകളെ അടക്കം മറ്റുള്ളവർ കുറ്റങ്ങൾ കണ്ടുപിടിക്കാൻ മിടിക്കുകയെന്ന മധുവിന് സ്വന്തം മകളെ ശ്രദ്ധിക്കാൻ സമയമുണ്ടായിരുന്നില്ലല്ലോ. സ്വന്തം മകൾ വഴിതെറ്റി പോയതിൻ്റെ പഴി ഇനി ആരുടെ ചുമലിൽ കൊണ്ടുപോയി വെക്കുമവർ? ആ വൃദ്ധ ചിന്തിക്കാതിരുന്നില്ല. അച്ഛാ, അച്ഛമ്മേ, അശ്വിൻ നല്ലവനാ. അവന് കുറച്ചധികം സാമ്പത്തിക പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അവൻ്റെ വീടും പറമ്പും വിറ്റ് കുറെ കഷ്ടപ്പെട്ടുമൊക്കെ ഒരുവിധ പ്രശ്നങ്ങളൊക്കെ തീർത്തു. അടുത്ത മാസം അവൻ്റെ പെങ്ങളുടെ കല്യാണം. അത് ഭംഗിയായി നടത്താൻ കൂടി വേണ്ടിയാ അവൻ ഗൾഫിൽ പോയത്. വിവാഹമൊക്കെ കഴിഞ്ഞാലുടനെ അവൻ എന്നെ കൂട്ടാൻ വരും. അപ്പോഴേക്ക് എക്സാമും കഴിയും. അവനിപ്പം ഗൾഫിൽ പോയി എന്തെങ്കിലും ഒരു ജോലിക്ക് കയറാൻ എൻ്റെ പ്ലാന്. ഇനിയും പഠിക്കാനുള്ള അവസരം ഉണ്ടെങ്കിൽ അതും ചെയ്യും. പിന്നെ ഈ പ്രഗ്നൻസി, അതിപ്പോൾ ഞാൻ വേണമെന്ന് വെച്ച് ചെയ്തതല്ല. ഞാൻ അശ്വിൻ്റേത് മാത്രമായിരിക്കണമെന്ന് വാശിയുണ്ടായിരുന്നു. മറ്റൊരുവന് ശരീരവും മനസ്സും പങ്കിട്ടൊരുവളെ ആരും വിവാഹം കഴിക്കാൻ തയ്യാറാവില്ലല്ലോ. അതിനുവേണ്ടി മാത്രം ചെയ്തതാണ്. പക്ഷേ എനിക്ക് കുറ്റബോധമില്ല. കാരണം ഈ ഒരു കാര്യത്തിൽ മാത്രം ഞാൻ എൻ്റെ അമ്മയുടെ മകളാണ്. ഇത്രയൊക്കെ ചെയ്യാനുള്ള ധൈര്യവും ഞാൻ എൻ്റെ അമ്മയിൽ നിന്നാണ് പഠിച്ചത്. മകൾ പറഞ്ഞു തീർന്നപ്പോൾ അമ്മായിയമ്മയുടെ മുഖത്ത് നോക്കാനാവാതെ മധു വിളറി വെളുത്തു. അന്നേരം വിശ്വൻ്റെ അമ്മക്ക് മധുവിനോട് സഹതാപം മാത്രമാണ് തോന്നിയത്. വെറും സഹതാപം.